അങ്ങനെ അടുത്ത ദിവസമായി ദിവസങ്ങൾ എഗെയിൻ പടപടപടേന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അന്ന് പ്രത്യേകിച്ച് ഒന്നും എടുക്കാനുണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മൾ പോയത് ആക്ച്വലി ബാങ്കിലേക്കാണ്. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബ്രാഞ്ചുകൾ മുഴുവൻ കയറി ഇറങ്ങി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്ത് ക്ലാരിറ്റി വരുത്തി. അതായിരുന്നു അന്നത്തെ എയിം. അപ്പോൾ എൻ്റെ അനിയനും വർക്കുള്ളത് കൊണ്ട് അവൻ എന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ എനിക്കിപ്പം റോഡൊക്കെ നല്ല പാടാണ്. ഊബറിന് ഞാൻ പോകും, പക്ഷെ പല സ്ഥലത്ത് പോകേണ്ടത് കൊണ്ട് അപ്പൻ്റെ അനിയൻ്റെ മോൻ, നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടില്ലേ മനു, അവൻ എന്നെ പിക്ക് ചെയ്യാം എല്ലായിടത്തും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബാങ്കിലെ കാര്യത്തിന് മുമ്പ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണമായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് കുറേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചു. ബിക്കോസ് എനിക്കിത് ഒരിക്കലും എപ്പോഴും ഉണ്ടാവാറില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ ബാങ്കിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇതാട്ടോ MG റോഡ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ കോളേജിലേക്കൊക്കെ പോകുന്ന റോഡ്, മേനകയിലേക്കൊക്കെ പോകുന്ന റോഡ്. കുറേ ഓർമ്മകളൊക്കെ ഇറക്കി കുറേ അവനുമായിട്ട് കത്തിയൊക്കെ വെച്ച് ഇങ്ങനെ പോന്നു. ഇവിടെയാണ് ഈ ഒരു ലൈൻ ഓഫ് ഏരിയയിലാണ് മഹാരാജാസ് കോളേജ്, ലോ കോളേജ്, സെൻറ്റ് തെരേസാസ്. അപ്പോൾ എനിക്ക് കുറേ ഓർമ്മകളുണ്ട് ഈ ഒരു റൂട്ട് എന്ന് പറയുമ്പോൾ. അതായത് എൻ്റെ LKG തൊട്ട് ഡിഗ്രി വരെ ഞാൻ ഉണ്ടായിരുന്ന ഒരു ഏരിയയാണിത്. എൻ്റെ 90% ഓഫ് ലൈഫ് ഇവിടെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യൂൻസ് വേ വഴി വീട്ടിലേക്ക് പോയി. ഇവിടെ കുഞ്ഞു 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 കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ കടകളെല്ലാം പൂട്ടി. ഞാൻ അറിഞ്ഞത് ഇവിടുത്തെ ഈ കാണുന്ന ഈ ബിൽഡിങ്ങുകളിലെ ആൾക്കാർക്കുള്ള അസൗകര്യം മൂലം ഗവൺമെൻറ്റിന് പ്രഷർ ചെയ്തിട്ടാണ് ഈ കടകളെല്ലാം പൂട്ടിയെന്നാണ്. ഒരു 1 day എവറിത്തിങ് ഇസ് ക്ലോസ്ഡ് എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവർക്കൊരു റൈറ്റും ഇല്ല ഇത് ക്ലോസ് ചെയ്യാനായിട്ട്. കാര്യം ഇത് അവരുടെ ലാൻഡല്ല. ഇറ്റ് വാസ് ജസ്റ്റ് എ പ്ലേസ് ഫോർ ദം ടു ലിവ് ആൻഡ് പുറത്തുള്ളവർക്കും ലിവ് ചെയ്യണം. അവിടെ കുറേ പുതിയ പുതിയ ഷോപ്സൊക്കെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അടച്ചിപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. സോ ഐ ഫെൽറ്റ് റിയലി ബാഡ് അബൌട്ട് ഇറ്റ്. ബിക്കോസ് കൊച്ചിനിൽ നല്ലൊരു വൈബായിരുന്നു അവിടെ. എനിവേസ് അതൊക്കെ എൻ്റെ വ്ളോഗുകളിൽ കിടക്കണ്ടൊക്കെ ഫ്യൂച്ചറിൽ ഓർക്കാമല്ലോ. പിന്നെ അന്ന് വീട്ടിൽ വന്നിട്ട് കക്ക ഇറച്ചി, പിന്നെ നമ്മുടെ ബീഫ് താളിച്ചതുമായിരുന്നു. കുഞ്ഞു കക്ക ഇറച്ചി ഇറ്റ്സ് ലൈക്ക് മൈ ഫേവറേറ്റ്. അപ്പൻ്റെ അനിയൻ ഫ്രെഡി അങ്കിൾ ഏർലി മോർണിംഗ് പോയി മേടിച്ചു കൊണ്ടെന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. ഇന്നലെ ഈവനിങ് ഈ വ്ളോഗ് ഇടണമെന്ന് കരുതിയതാണ്, അതായത് 7-ാം തീയതി. പക്ഷേ ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ്. അതുകൊണ്ട് ഇന്നേ എനിക്കിത് ഇടാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഉറങ്ങി തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഐ തോട്ട് ഓഫ് ഡൂയിങ് ദിസ് ആൻഡ് ദിസ് വാസ് കൈൻഡ് ഓഫ് മൈ ഡീൽ ദാറ്റ് ടു മൈസെൽഫ് ദാറ്റ് ഐ വിൽ ബി പുട്ടിങ് വ്ളോഗ്സ് കൺസിസ്റ്റൻ്റ്ലി. ഞാൻ എന്നിട്ട് തലേദിവസം കഴിച്ച് ബേബി, അതായത് നമ്മുടെ ഷിറ്റ്സ് ബേബിയൊക്കെ ആയിട്ട് കുറേ നേരം കളിച്ച് ചില്ല് ചെയ്ത് ഇറങ്ങി. പിറ്റേ ദിവസമായപ്പോഴത്തേക്കിനും എൻ്റെ ബെസ്റ്റീസ് ടീനു ഗീതുവിനെ കാണാനായിട്ട് നമ്മൾ ലുലുവിലേക്ക് പോയി. ടീനുവിനെ ആദ്യം മീറ്റ് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്ത് പോയപ്പോഴത്തേക്കിനും ഗീതുയുടെ ജോലി കഴിഞ്ഞ് അവിടേക്ക് വന്നു. വി വർ ലൈക്ക് 4 ഫ്രണ്ട്സ്, ഞാൻ ഉൾപ്പെടെ. അതിൽ 3 പേരാണ് അടുത്തതായിട്ടുള്ളത്, ടീനു, ടിയ, ഗീതു. ടിയ ഇസ് ഇൻ US. ടീനു ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഗീതുവിനെയും നിങ്ങൾക്ക് അറിയായിരിക്കും, എൻ്റെ പഴയ വ്ളോഗുകളിലൊക്കെ ഉണ്ട്. അവൾ കൈരളി TV പണ്ടത്തെ ട്യൂ ഡ്രോപ്സ് അവതരിപ്പിച്ചിരുന്നവളാണ് ഗീതു. ആദ്യത്തെ കാലത്ത് കേട്ടോ, അല്ലാതെ ഇങ്ങനെ കുറേ പെൺപിള്ളേർ ട്യൂ ഡ്രോപ്സ് അവതരിപ്പിച്ചിരുന്ന സമയത്തല്ല. അവൾ സ്പെഷ്യലായിരുന്നു. അവൾ ആ പാട്ടൊക്കെ പാടിയിരുന്ന ആ ഗീതു, ആ സുന്ദരിവൻ. അപ്പോൾ അവളും ആണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. ടിയ US-ലാണ്. അവൾ സൂൺ സ്വിറ്റ്സർലൻഡിലേക്ക് വരുന്നുണ്ട് എൻ്റെ കൂടെ നിൽക്കാനായിട്ട്. അങ്ങനെ ടിനുവായിട്ട് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ കോസ്റ്റ കഫേയിൽ മീറ്റ് ചെയ്തു. അയ്യോ എന്തൊരു ഗ്ലാമറാണ്. എന്തെങ്കിലും കുടിച്ചാലോ? കുടിക്കാം. Oh my God, my frame is with a beautiful person. എൻ്റെ പഴയ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, ഗീതു എൻ്റെ കൂടെ +2 തൊട്ടുണ്ട്, ടിനുവും ടിയയും ഡിഗ്രി തൊട്ടുണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നും ആ റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് ദം ഇൻ മൈ ലൈഫ്. സന്തോഷ വാർത്ത പറയാനുണ്ട്. ഗസ്. ആ അയ്യേ എല്ലാവരും അത് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ.
അതുകൊണ്ട് ലുലുവിൽ റോബോയാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ട് നടക്കുന്നത്. ബിഗ് ഡേ ആയതുകൊണ്ട് അത്ര തിരക്കുണ്ടായിരുന്നില്ല. ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ മീ എനിക്ക് കുറേ പേര് എൻ്റെ ഫ്രണ്ട്സാണ്. ലൈക്ക് എല്ലാവരോടും ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കും. പക്ഷേ എൻ്റെ ലൈഫിലേക്ക് ഞാൻ അടുപ്പിക്കുന്ന പിക്കിയായിട്ടുള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവരെനിക്ക് ലോങ് ടേമിൽ ഉണ്ടാവും. ജഡ്ജ് ചെയ്യാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പെക്റ്റേഷൻ ഭയങ്കരമായൊന്നും ഇല്ലാത്ത, ചില്ലായിട്ടുള്ള കുറച്ച് വളരെ ഹാൻഡ് പിക്ക് പീപ്പിളാണ് എൻ്റെ ലൈഫിലുള്ളത്. ആൻഡ് അവരും നമ്മളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഇറ്റ്സ് ലൈക്ക് ലോങ് ടേമാണ്. അങ്ങനെയുള്ളവരെ മതി എൻ്റെ ലൈഫിൽ നിന്നുള്ളൊരു പോയിന്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വിൽ ബി ഹാവിങ് വെരി പോസിറ്റീവ് വൈബ് ഫ്രം ദ പീപ്പിൾ അറൗണ്ട് അസ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ സൂൺ കാണും, ഞാൻ അതിൻ്റെ ഷോർട്ട് ഇടാം. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും ഞങ്ങൾ ഡാൻസ് ടീം മെമ്പേഴ്സും കൂടിയായിരുന്നു. ഞങ്ങൾ ക്ലാസ്മേറ്റ്സും ആണ്, ഡാൻസ് ടീം മെമ്പേഴ്സും ആയിരുന്നു. ഞങ്ങൾ സെൻറ്റ് തെരേസാസ് കോളേജിലെ 8 പേരടങ്ങുന്ന ഡാൻസ് ടീമിൽ മെമ്പേഴ്സായിരുന്നു ഞാനും ടിനുവും. അപ്പോൾ നമ്മൾ ഒത്തിരി കോമ്പറ്റീഷൻസും സ്റ്റേ ഓവേഴ്സും പ്രാക്ടീസും അതായിരുന്നു ഒരു കാലമായി. അത് കഴിഞ്ഞിട്ട് ആനിമോൾക്കൊരു ഡ്രസ്സ് എടുക്കണമായിരുന്നു. പിന്നെ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണമായിരുന്നു. ടീനു വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് സ്റ്റേ ഓവറായിരുന്നു. ഗീതുവിന് പിറ്റേ ദിവസം ജോലി ഉള്ളതുകൊണ്ട് ഷീ ഹാഡ് ടു ലീവ്. പക്ഷേ ടീനു സ്റ്റേ ഓവറായിരുന്നു വീട്ടിൽ. ഇവൾക്ക് നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോയി. പിന്നെ ഞാൻ തലേദിവസം അവിടെ നിന്ന് ചെരുപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവളും അതുപോലെ തന്നെ ഓർമ്മ മേടിച്ചു. സോ വി വർ ലൈക്ക് ട്വിന്നിങ്. അങ്ങനെ വെസ്റ്റ് സൈഡിൽ ഞങ്ങൾ കുറച്ച് നല്ല സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഉദ്ദേശിച്ച സാധനം അവിടെ നിന്ന് കിട്ടിയില്ല. ബട്ട് നമ്മൾക്ക് ആനിമോൾക്ക് വേണ്ടിയിട്ട്, അതായത് ടിനുവിൻ്റെ ഒരു മോളുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ടിനുവിന് ടിയയ്ക്കുമാണ് പിള്ളേരുള്ളത്. ഗീതുവിന് കുട്ടികളില്ല. അപ്പം ഞങ്ങളിപ്പോഴും ഇങ്ങനെ നടക്കുവാണ്. എന്നിട്ട് ഞങ്ങൾ വെസ്റ്റ് സൈഡിൽ നിന്ന് പതിയെ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. കുറേ വിശേഷവും കഥ പറച്ചിലും ഒക്കെ ആയിട്ട്. പിന്നെ കണ്ണാടി കണ്ടാൽ നമ്മൾ പണ്ടേ ഇങ്ങനെയാണ്. എനിക്ക് പിന്നെ ഇവരുടെ കൂടെ നിൽക്കുമ്പോഴല്ലോ ഒരു നാണോ ഇല്ല, ഒന്നുമില്ല. ആ ഒരു പഴയ ആളാവും. ഇവിടേക്ക് നാറി തന്നെയാ വന്ന് മേടിച്ചേക്കണേ. സ്വിസ് നാറി. സക്സസ്ഫുള്ളി ഞങ്ങളുടെ ആ കാര്യം നടന്നു, നമ്മൾ ഉദ്ദേശിച്ച് വന്ന കാര്യം. ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ് ദിസ് ഷോപ്പ്. സീത ദി ഇന്ത്യൻ നാരി പറഞ്ഞിട്ട് ഉള്ളൊരു ഷോപ്പ് ഉണ്ട് ലുലുവിൽ. അവിടെ പോയി അവരുടെ കളക്ഷൻസ് ഒന്ന് നോക്കിക്കോളൂ. എക്സ്പെൻസീവ് അല്ല അധികം. ചിക്കൻ കറി ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഇവിടെ ഒന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ, ചിക്കൻ കറി വേണ്ടവർ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കോക്കോട്രീയിലെത്തി. ബിക്കോസ് ഗീതു വാസ് സപ്പോസ് ടു കം ദെയർ. അങ്ങനെ ഞങ്ങൾ കോക്കോട്രീയിൽ നമുക്ക് എന്തോരം നേരം വേണം, രാവിലെ പോയാൽ വൈകുന്നേരം വരെ ഇരിക്കാം. വി വെയർ ലൈക്ക് ചില്ലിങ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ ആസിഫിലേക്ക് വന്നിരുന്നു. അത് കുറേ സ്ക്രിപ്റ്റൊക്കെ കേൾക്കുന്ന സ്ഥലമാണത്. നടന്മാരൊക്കെ ആസിഫലി വാസ് വിത്ത് ഹിസ് വൈഫ്. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ ചില്ലൊക്കെ ചെയ്തു. നല്ല ആംബിയൻസാണ്. ഞങ്ങൾ എപ്പോഴും വരുന്നതാണ് ഇവിടെ. അത് കഴിഞ്ഞ് നമ്മുടെ താരമെത്തി. യെസ്, ഗീതു. അങ്ങനെ ഗീതു തുളസി എത്തി. കുറച്ചായി കണ്ടിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഞങ്ങൾ അവന്യൂ റീജിയനിൽ റൂമെടുത്ത് നമ്മൾ 3 പേരും കൂടി സ്റ്റേ ഓവർ ചെയ്തായിരുന്നു. ടീ ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു സ്റ്റേക്കും പാസ്തയും ഷേക്കും പിന്നെ ജ്യൂസും ഒക്കെ കഴിച്ച് നമ്മൾ കുറേ നാളത്തെ കഥ പറയാനുണ്ടായിരുന്നു. 6 മാസത്തെ ഭീകരമായ കഥകളെല്ലാം പറയാനുണ്ടായിരുന്നു. ഞങ്ങളിരിക്കുമ്പോൾ ഉണ്ടല്ലോ, വിശേഷങ്ങൾക്ക് എൻഡില്ല. എന്താണെന്നറിയില്ല. അപ്പം നമ്മൾ ചിലരുടെ കൂടെ ഇരിക്കുമ്പം പിന്നെന്താന്നൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു സാധനം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ടോപ്പിക്സ് ഇങ്ങനെ ഒഴുകി വരും. സമയമില്ല എന്നുള്ളതാണ് സത്യം. ടിനുവും ഇത് ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഗീതു വന്ന് ഒരു 7 മണി വരെ സ്ട്രെച്ച് ചെയ്തുള്ളൂ.
ഞങ്ങൾക്ക് പിന്നെ വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പാനിപ്പൂരി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ പേളി മാണിയൊക്കെ കഴിക്കുന്ന ഒരു പാനിപ്പൂരി റോഡ് സൈഡ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് കരുതി. പക്ഷെ അത് തുറന്നിട്ടുണ്ടാകുന്നില്ല. ദെൻ ടു ബി ഓൺ ദ സേഫ് സൈഡ് വി വെന്റ് ടു ദിസ് തഹല്യാണി. അവിടെ ചെന്നു. ഇതാട്ടോ ഓണം തഹല്യാണി. എനിക്കറിയില്ല, പക്ഷെ ഇതാണ് ഇതിൻ്റെ ഓണം. പേയ്മെൻറ്റ് പോലും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഭയങ്കര തിരക്കാണ്. ഞങ്ങളൊരു സമോസ ചാട്ടും ഒരു ദഹിപ്പൂരിയും. ഈ പാട്ട്, ഫാന്, നിങ്ങളുടെ കാറ്റ്, മുടി പാറുന്നു, നല്ല രസമുണ്ട്. ഞാൻ സ്ലോ മോഷനിലിടാം. വേർത്തിട്ട് മുഖമൊക്കെ തിളങ്ങണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും കത്തിയൊക്കെ പറഞ്ഞ് വിശന്നിട്ടൊന്നും അല്ല കേട്ടോ നമ്മളത് അവിടെ കയറിയത്. കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് കുറച്ച് ബൈറ്റ് എടുത്തിട്ട് നമ്മൾ ഗീതുവിനെ യാത്ര അയച്ചു. അങ്ങനെ ബാക്കിയുള്ള വിശേഷങ്ങളും ഇനിയും പറഞ്ഞു തീരാനുള്ള കുറേ വിശേഷങ്ങളും ബാക്കി നിർത്തി ഞങ്ങൾ നമ്മുടെ ചക്കര ഗീതു തുളസിയെ യാത്രയാക്കി. ഫോട്ടോ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതിനൊന്നും ഒരു മാറ്റമില്ല. അന്ന് ഞങ്ങൾ കോളേജിലൊക്കെ ആയിരിക്കുമ്പം ഞങ്ങൾക്ക് ക്യാമറയും ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കുറേ മെമ്മറീസൊന്നും നമ്മുടെ അടുത്തില്ല. ഇന്നത്തെ തലമുറയ്ക്കൊക്കെ എന്ത് അടിപൊളിയാണ്. അതേ സ്നേഹം, അതേ ഹഗ്സ്, അതേ എഫെക്ഷനൊക്കെ വെച്ചിട്ട് നമ്മൾ വൈകുന്നേരം പിരിഞ്ഞു. നമ്മളിനിയിപ്പം ഡിസംബറിൽ വരുമല്ലോ, അപ്പം കാണാനായിട്ട് അധികം താമസമില്ല. 1 വർഷം കഴിഞ്ഞ് കാണാമെന്നുള്ളൊരു സംഭവമൊന്നുമല്ല. ഐ എം so lucky to have these guys in my life. I have to thank the universe for it. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കലാപരിപാടികളിലേക്ക് കടന്നു. അപ്പോഴത്തേക്കിനും എൻ്റെ അമ്മ വിളിച്ചു. അപ്പം ഞങ്ങളുടെ വിശപ്പിൻ്റെ വിളിയുണ്ട്. എന്തൊക്കെയാ പറയടി? എനിക്കറിയില്ല. മീൻ വറുത്തത്, മീൻ പൊരിച്ചത്, ചീരത്തോർമ, മെഴുക്ക് വരട്ടി, കക്ക ഇറച്ചി, പാല് പിഴിഞ്ഞ മീൻ കറി, അങ്ങനെ എല്ലാം ഉണ്ട്. ഇനി ബീഫും വരും. അത് ഇറച്ചിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞേക്കെ. അങ്ങനെ ഒരു ലോഡ് കറികളുമായി എൻ്റെ അമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി മീൻ കറി, മീൻ വറുത്തത്, ഈ പുഴ മീനുകളിലെ കുറേ ഉള്ളത്, പല ടൈപ്പ് ഉള്ളത്, ചീര. യമ്മായിരുന്നു. അവര് നേരത്തെ കഴിക്കൂടി. ഒരു 3 വർഷം 4 വർഷമായിട്ട് 9 മണിയാകുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കും. അമ്മയ്ക്ക് എടുത്ത് തന്നെ എന്നൊക്കെ നിർബന്ധമുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഇവര് എടുക്കൂല. എടുത്ത് ആശിഷും എടുത്ത് കഴിക്കും കേട്ടോ. ഇങ്ങനെ ബാക്കി വന്ന് വാലാട്ടി ഇരിക്കുകയാണ്. അപ്പൊ ഇവളും വന്ന് നിങ്ങളുടെ കൂടെ കിടന്നങ്ങ് ഉറങ്ങും. എന്റെ കൂടെ നിങ്ങൾ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീക്കത്തുള്ളൂ. മൂത്രം ഒഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അച്ഛനെ പോയി നടക്കും. നടക്കില്ല, കാലം നടക്കും. എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവളുടെ കാര്യം സാധിച്ചിട്ട് കട്ടിലിങ്ങനെ മാമ്പും. നമുക്ക് ഫാമിലിയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ. ബിക്കോസ് നമ്മൾ ചെറുപ്പകാലം തൊട്ടുള്ള ഫ്രണ്ട്സ് അല്ലേ. അതുകൊണ്ട് അമ്മയാണെങ്കിലും ടിനുവിൻ്റെ അമ്മയാണെങ്കിലും ഗീതുയുടെ അമ്മയാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. ഞാനിവിടെ കഷ്ടപ്പെട്ടോളെന്ന് പറയണം. അപ്പൊ നിന്നെ നിന്റെ മത എപ്പോഴും വെറൈറ്റിക്ക് മുഖത്തേക്ക് മാറും. അതെ, നമ്മുടെ ബേബി, അതായത് എൻ്റെ ഷിറ്റ്സ് മോള്, അവൾക്ക് ആരെങ്കിലും സ്നേഹം കൊടുത്താൽ അവൾ അതിൻ്റെ ഇരട്ടി തിരിച്ചു കൊടുക്കും. ആരെങ്കിലും ഇച്ചിരി അകന്ന് നിൽക്കുന്നെങ്കിൽ അവൾ ആ സ്പേസ് വിടും. അങ്ങനെയാണ് എൻ്റെ ബേബി. ടീനുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അമ്മ ഇവളെ നോക്കമ്മേ. അവള് അതെ അത് ഞാൻ ഇതൊരു 5-6 പ്രാവശ്യം. അങ്ങനെ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് ടയേർഡായിട്ട് 3 മണിയൊക്കെ ആയപ്പം ചരിഞ്ഞു. 3 മണിക്ക് കിടന്നെങ്കിലും പിന്നെ ഞങ്ങൾ 4 മണിയായപ്പോഴും ഉറങ്ങിയത്. ഞങ്ങൾക്ക് പിന്നെയും വിശേഷം ഉണ്ടായിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്തിട്ടും വിശേഷം ഉണ്ടായിരുന്നു. ഒറിജിനാലിറ്റി വേണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഞാൻ നിന്നെ വിറ്റ് കാശുണ്ടാക്കും. പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് ടീനു ബേബി, മിസ്സസ് കുഴിപ്പള്ളി. ആരും സമ്മതിക്കില്ല. മാള കുഴിപ്പള്ളി, കളമശ്ശേരി. വേറെ എന്തെങ്കിലും ഉണ്ടോ? നീ കാക്കുന്നതാണ്. 3 മണിക്കാണ് അമ്മയുടെ ബ്ലോഗ്.
ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട്. പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് ഗുഡ് നൈറ്റ് പറഞ്ഞ